ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ലിയാസ് നമ്പേഴ്സ് ഗെയിം. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ബോഡ്മാസ് റൂളിനെ പറ്റിയാണ്. വളരെ ബേസിക് ആയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, എല്ലാവർക്കും മനസ്സിലാകേണ്ട ഒരു റൂളാണ് ബോഡ്മാസ് റൂൾ. അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ബോഡ്മാസ് റൂൾ. ബി സ്റ്റാൻഡ്സ് ഫോർ ബ്രാക്കറ്റ്. നമുക്കറിയാം 3 തരം ബ്രാക്കറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്: റൗണ്ട് ബ്രാക്കറ്റ്, കേർലി ബ്രാക്കറ്റ് ആൻഡ് സ്ക്വയർ ബ്രാക്കറ്റ്. ഏതൊരു ക്വസ്റ്റ്യനിലും നമുക്ക് ബോഡ്മാസ് റൂൾ അപ്ലൈ ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടതുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ആണ്. ക്വസ്റ്റ്യനിൽ ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ബ്രാക്കറ്റ് ആദ്യം വേണം നമ്മൾ സോൾവ് ചെയ്യാൻ. അതിനുശേഷം മാത്രമേ ബാക്കി അഡീഷൻസ് അല്ലെങ്കിൽ സബ്ട്രാക്ഷൻസ് അങ്ങനെയുള്ള മറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പാടുള്ളൂ. ബോഡ്മാസ് റൂളിലെ O സ്റ്റാൻഡ്സ് ഫോർ ഓർഡർ ഓർ ഓഫ്. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 2�3 എന്ന് വെച്ചാൽ എന്താ? 2 × 2 × 2 അല്ലെങ്കിൽ എക്സ്പോണൻസ്. ഇതിനെ എക്സ്പോണൻസ് എന്ന് വിളിക്കാം. അതാണ് ഓർഡർ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഓഫ് എന്ന് പറഞ്ഞാലോ, ഫോർ എക്സാമ്പിൾ 2/5. നമ്മുടെ ക്വസ്റ്റ്യനിൽ 2/5 എന്ന് വന്നു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് 2 × 5 എന്ന് അർത്ഥം. 2 × 5 നമ്മൾ എന്തിൽ എഴുതണം? ബ്രാക്കറ്റിൽ എഴുതണം. കാരണം അവിടെ 2/5 ഫസ്റ്റ് പ്രാധാന്യം കൊടുക്കുന്നത്. സോ 2/5 സിംപ്ലി 2 × 5. അത് ബ്രാക്കറ്റിൽ എഴുതുന്നതിനാണ് ഓർഡർ അല്ലെങ്കിൽ ഓഫ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ബോഡ്മാസ് റൂളിൽ വരുന്നതാണ് ബി ഫോർ ഡിവിഷൻ. ഏതൊരു ക്വസ്റ്റ്യനിലും ബ്രാക്കറ്റിനും ഓർഡറിനും പ്രാധാന്യം കൊടുത്തതിന് ശേഷം നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ഓപ്പറേഷൻ ആണ് ഡിവിഷൻ. അതിനുശേഷം കംസ് എം ഫോർ മൾട്ടിപ്ലിക്കേഷൻ. ഓർഡറിനും ബ്രാക്കറ്റിനും ഡിവിഷനും നമ്മൾ പ്രാധാന്യം കൊടുത്തതിന് ശേഷം നമ്മൾ പെർഫോം ചെയ്യേണ്ട ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ്റെതാണ്. നെക്സ്റ്റ് കംസ് അഡീഷൻ ആൻഡ് ലാസ്റ്റ് ഈസ് ദ സബ്ട്രാക്ഷൻ. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനിൽ ആദ്യം ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ബ്രാക്കറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കി ഓപ്പറേഷൻസ് നമ്മൾ പെർഫോം ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ബ്രാക്കറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഫോർ എക്സാമ്പിൾ പല ഓപ്പറേഷൻസ് ഉണ്ടാവാം. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം? അവിടെയും ആ ബ്രാക്കറ്റിനുള്ളിലും ബോഡ്മാസ് ഇക്വേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ആ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഓർഡർ ആ വരുന്നതെങ്കിൽ ആദ്യം നമ്മൾ ഓർഡർ പെർഫോം ചെയ്യുക. അതിനുശേഷം ഡിവിഷൻ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ ആൻഡ് ദെൻ സബ്ട്രാക്ഷൻ. ഓക്കെ, കൂടുതൽ എക്സാമ്പിൾസിലേക്ക് നമുക്ക് കടക്കാം. 2 + 4 ÷ 22 + 6 × 2. ബോഡ്മാസ് റൂൾ പ്രകാരം B ഫോർ ബ്രാക്കറ്റ് ആണ്. സോ ഇവിടെ ബ്രാക്കറ്റിൽ 2 ടേംസ് ഉണ്ട്. സോ നമ്മൾ ആദ്യം ഫസ്റ്റ് സോൾവ് ചെയ്യേണ്ടത് എന്താണ്? 22 + 6 ആണ്. നമുക്കറിയാം 22 + 6 എന്ന് പറയുന്നത് 28 ആണ്. സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 + 4 ÷ 28 × 2 എന്ന് വരും. ഇനി ബോഡ്മാസ് റൂൾ ഇവിടെ അപ്ലൈ ചെയ്യുവാണെങ്കിലോ, ബ്രാക്കറ്റ് ഇല്ല, ഓർഡർ ഓർ ഓഫ് ഇല്ല. സോ നെക്സ്റ്റ് വരുന്നത് ഡിവിഷൻ ആണ്. ഇവിടെ ഒരു ഡിവിഷൻ ഓപ്പറേഷൻ ഉണ്ട്. 4 ÷ 28 എന്ന് പറയുന്നത് എന്താണ്? 1/7 ആണ്. അത് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ 2 + 1/7 × 2 എന്ന് വരും. ഇനി ബോഡ്മാസ് റൂൾ പ്രകാരം ഇവിടെ നെക്സ്റ്റ് ഓപ്പറേഷൻ എന്താണ് ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതായത് 1/7 × 2 എന്ന് പറയുന്നത് നമുക്ക് 2/7 ആണെന്നറിയാം. സോ അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ 2 + 2/7 എന്ന് വരും. ഇനി നമുക്ക് എന്താണ് ഫൈനലി ഉള്ള ഓപ്പറേഷൻ? അഡിഷൻ ആണ്. സോ 2 + 2/7 എങ്ങനെ എഴുതാം? 2 × 7 + 2 ÷ 7. ദാറ്റ് ഈസ് 16/7 എന്ന് കിട്ടും. ദിസ് ഈസ് ദ ആൻസർ. ബോഡ്മാസിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 15 × 32 ÷ 2 × 5 ഹോൾ / 75. സോ ബോഡ്മാസിന്റെ റൂൾ പ്രകാരം ഫസ്റ്റ് നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ എന്താണോ ഉള്ളത് അത് സോൾവ് ചെയ്യണം. സോ ബ്രാക്കറ്റിനുള്ളിൽ എന്ന് പറയുന്നത് എന്താണ്? 15 × 32 ÷ 2 × 5. ഇതാണ് നമുക്ക് ആദ്യം സോൾവ് ചെയ്യേണ്ടത്. ഇതിൽ ബോഡ്മാസ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഏത് സോൾവ് ചെയ്യണം? യെസ്, ഡിവിഷൻ വേണം സോൾവ് ചെയ്യാൻ. ദാറ്റ് ഈസ് 32 ÷ 2 which is equal to 16. അതായത് ഈ ബ്രാക്കറ്റിനുള്ളിൽ എന്ത് വരും? 15 × 16 × 5 എന്ന് വരും. ഇവിടെ നമുക്കിനി എന്ത് ഓപ്പറേഷൻ വേണം ചെയ്യാൻ? യെസ്, മൾട്ടിപ്ലിക്കേഷൻ സോൾവ് ചെയ്യണം. അതായത് 15 × 16 × 5 നമുക്ക് കിട്ടുക 1200. സോ നമ്മുടെ ടോട്ടൽ ക്വസ്റ്റ്യൻ എന്ത് വരും? ബ്രാക്കറ്റിനുള്ളിൽ 1200 നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് / 75. സോ ഇതിന്റെ ഉത്തരം എന്താണ്? 16.
ബോഡ് മാസിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5 into 2 into 3 raised to 4 divided by 6 plus 7 minus 8. ബോഡ് മാസ് റൂൾ പ്രകാരം ഫസ്റ്റ് നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്താണോ അതാണ് സോൾവ് ചെയ്യുന്നത്. അതായത് 2 into 3 raised to 4 വേണം നമ്മൾ ആദ്യം സോൾവ് ചെയ്യാൻ. ഈ 2 into 3 raised to 4-ല് 3 raised to 4 വേണം നമ്മൾ ആദ്യം സോൾവ് ചെയ്യാൻ. കാരണം എന്താ, ബോഡ് മാസ് പ്രകാരം O എന്ന് പറയുന്നതിനകത്ത് ഓർഡർ ഓഫ് എക്സ്പൊണൻസ് വരും. സോ നമ്മൾ 3 raised to 4 സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്രാക്കറ്റിനുള്ളിൽ എന്ത് വരും, 2 into 3 raised to 4 എന്ന് പറയുന്നത് 3 into 3 into 3 into 3 ദാറ്റ് ഈസ് 81. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന ഉത്തരം എന്താണ്, 162. ഹെൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ത് വരും, 5 into 162 divided by 6 plus 7 minus 8 എന്നാവും. ഇനി ബോഡ് മാസ് റൂൾ പ്രകാരം ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് എന്താണ്, ഈ ഡിവിഷൻ നമ്മൾ സോൾവ് ചെയ്യണം. അതായത് 162 divided by 6. 162 divided by 6 എന്ന് പറയുന്നത് 27 ആണ്. സോ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5 into 27 plus 7 minus 8 എന്ന് കിട്ടും. നെക്സ്റ്റ് ബോഡ് മാസ് പ്രകാരം M ഫോർ മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. 5 into 27 എന്ന് പറയുന്നത് 135 plus 7 minus 8. അടുത്തത് അഡീഷൻ ആണ്. ബോഡ് മാസിലെ A ഫോർ അഡീഷൻ. സോ 135 plus 7 is equal to 142 and minus 8. Hence the answer is 134. ബോഡ് മാസിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 of 5 divided by 5 plus 3. ഇവിടെ നമ്മൾ ബോഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ബ്രാക്കറ്റ് ഉണ്ടോ നോക്കും. ഈ ക്വസ്റ്റ്യനിൽ ബ്രാക്കറ്റ് ഇല്ല, സോ ബിയുടെ ആവശ്യമില്ല. ഇനി O ഫോർ ഓർഡർ, O ഫോർ ഓഫ് ആൻഡ് ഓൾസോ O ഏതും കൂടിയാണ്, എക്സ്പൊണൻസും കൂടിയാണ്. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ 2 of 5 എന്ന് തന്നിട്ടുണ്ട്. സത്യത്തിൽ 2 of 5 എന്ന് പറയുന്നത് എന്താണ്, സിംപ്ലി 2 of 5 എന്ന് പറയുന്നത് 2 into 5 ആണ്. സോ ഈ ഓപ്പറേഷൻ വേണം നമ്മൾ ആദ്യം സോൾവ് ചെയ്യാൻ. അപ്പൊ ബോഡ് മാസ് റൂൾ പ്രകാരം നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാം, 2 into 5 ബ്രാക്കറ്റിലിട്ടു, കാരണം നമ്മൾ ആദ്യം ഇത് വേണം സോൾവ് ചെയ്യാൻ, ഡിവൈഡഡ് ബൈ 5 plus 3. ഓക്കെ, അപ്പം നമ്മൾ 2 into 5 ബ്രാക്കറ്റിനുള്ളിൽ 2 into 5 വന്നിട്ടുണ്ട്. സോ 2 into 5 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 10 ഡിവൈഡഡ് ബൈ 5 plus 3 എന്ന് വരും. ഇനി ഇവിടെ ബോഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യുവാണെങ്കിലോ, യെസ്, D ഫോർ ഡിവിഷൻ വേണം നമ്മൾ സോൾവ് ചെയ്യാൻ. അതായത് 10 divided by 5 നമുക്ക് 2 ആണെന്ന് പറയാം. സോ 2 plus 3 and finally the answer is 5. ബോഡ് മാസിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രാക്കറ്റ് 125 into 33 divided by 11 plus 2 is contained in another bracket into 34 and that is contained in another bracket divided by 493 and finally the whole bracket into 1/2. ബോഡ് മാസ് റൂൾ പ്രകാരം നമുക്കറിയാം ആദ്യം നമുക്ക് ബ്രാക്കറ്റുകൾ വേണം സോൾവ് ചെയ്യാൻ. പക്ഷേ ഇവിടെ ഒന്നിലധികം ബ്രാക്കറ്റ് ഉണ്ട്. സോ ഫസ്റ്റ് ഏത് ബ്രാക്കറ്റ് വേണം സോൾവ് ചെയ്യാൻ? യെസ്, ഏറ്റവും സ്മോളസ്റ്റ് ബ്രാക്കറ്റ് വേണം നമ്മൾ ആദ്യം സോൾവ് ചെയ്യാൻ. ഇവിടുത്തെ ഏറ്റവും സ്മോളസ്റ്റ് ബ്രാക്കറ്റ് ഏതാണ്? 125 into 33 divided by 11 plus 2 ആണ്. കാരണം ഈ ബ്രാക്കറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഈ 34 into 34 അടങ്ങുന്ന ഈ ബ്രാക്കറ്റിനുള്ളിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 125 into 33 divided by 11 plus 2 into 34 എന്ന് പറയുന്ന ബ്രാക്കറ്റ് ഏത് ബ്രാക്കറ്റിനുള്ളിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്? യെസ്, അത് ഡിവൈഡഡ് ബൈ 493 എന്ന് പറയുന്ന ബ്രാക്കറ്റുള്ളിൽ, കേർലി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. സോ ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് ബ്രാക്കറ്റ് ഏതാണ്? 125 into 33 divided by 11 plus 2. അത് വേണം നമ്മൾ ആദ്യം സോൾവ് ചെയ്യാൻ. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബോഡ് മാസ് റൂൾ പ്രകാരം ഇവിടെ ഫസ്റ്റ് സോൾവ് ചെയ്യേണ്ട ഓപ്പറേഷൻ ഏതാണ്? ഡിവിഷൻ ആണ്. 33 divided by 11 നമുക്ക് 3 ആണെന്ന് അറിയാം. സോ 125 into 3 plus 2 എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു 375 plus 2 which is equal to 377 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് ബ്രാക്കറ്റ് ഏതാണ്? യെസ്, 125 into 33 divided by 11 plus 2 കണ്ടെയ്ൻ ചെയ്യുന്ന 125 into 33 divided by 11 plus 2 into 34 എന്ന് പറയുന്ന ബ്രാക്കറ്റ് ആണ്. അതായത് 125 into 33 divided by 11 plus 2 into 34 എന്ന് പറയുന്ന ബ്രാക്കറ്റ്. ദിസ് ഈസ് ഈക്വൽ ടു ഓൾറെഡി ഈ സ്മോൾ ബ്രാക്കറ്റ് നമ്മൾ സോൾവ് ചെയ്ത് വെച്ചതാണ്, അതാണ് 377. ആൻഡ് സോ 377 into 34 വരും. 377 into 34 എന്ന് പറയുന്നത്
12,818 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും വലിയ ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം. അതേതാണ്? കേളി ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്നതാണ്. അതായത് 125 into 33 divided by 11 plus 2 into 34 and that is divided by 493. നമുക്കറിയാം സ്ക്വയർ ബ്രാക്കറ്റ് വരെയുള്ളത് നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേതാണ്? 12,812. സോ ഫൈനലി ഡിവൈഡഡ് ബൈ 493 ചെയ്യുക. ഇതിന്റെ ഉത്തരം ഏതാണ്? 26 എന്ന് നമുക്ക് കിട്ടും. സോ ഫൈനലി നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഹോൾ ബ്രാക്കറ്റ് സോൾവ് ചെയ്ത് കഴിയുമ്പം നമുക്ക് 26 കിട്ടും. സോ ഫൈനലി 26 into 1/2 ചെയ്യാം. 26 into 1/2 will be the answer 13. Okay. BODMASന്റെ next question. 18 minus 6 divided by 4 plus 72 minus 12 divided by 3 of 2. BODMAS റൂൾ ഇവിടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ബ്രാക്കറ്റ് വേണം സോൾവ് ചെയ്യാൻ. ഇവിടെ രണ്ട് സെറ്റ് ബ്രാക്കറ്റ് ഉണ്ട്. ഒന്ന് 18 minus 6 ഒരു ബ്രാക്കറ്റിൽ കിടപ്പുണ്ട് and that is contained in another bracket, that is 18 minus 6 divided by 4. അതേപോലെ തന്നെ ബ്രാക്കറ്റിനുള്ളിൽ 72 minus 12 divided by 3 of 2 എന്ന് പറയുന്ന വേറൊരു ബ്രാക്കറ്റും ഉണ്ട്. സോ ആദ്യം നമുക്ക് ഈ രണ്ട് സെറ്റ് ബ്രാക്കറ്റ് വേണം സോൾവ് ചെയ്യാൻ. ഫസ്റ്റ് ബ്രാക്കറ്റ് സോൾവ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? ഓൾറെഡി 18 minus 6 ബ്രാക്കറ്റിലാണുള്ളത്. സോ ആ ബ്രാക്കറ്റ് നമ്മൾ സോൾവ് ചെയ്യണം. 18 minus 6 എന്ന് പറയുന്നത് 12 ആണ് ആൻഡ് ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഇനി ഈ ബ്രാക്കറ്റ് നമ്മൾ സോൾവ് ചെയ്യണം. ഈ ബ്രാക്കറ്റ് സോൾവ് ചെയ്യുമ്പം ആദ്യം നമ്മൾ ഏത് ഓപ്പറേഷൻ വേണം? യെസ്, BODMAS റൂൾ പ്രകാരം ഇവിടെ ഓഫ് കിടപ്പുണ്ട്. സോ ഈ ഓഫ് ആണ് നമ്മൾ ആദ്യം സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് വരും? 72 minus 12 divided by 3 of 2 എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിനുള്ളിൽ 3 into 2. ഹെൻസ് ഇവിടെ ഒരു ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞു. അപ്പൊ ആദ്യം നമ്മൾ എന്ത് സോൾവ് ചെയ്യണം? ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇത് സോൾവ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 72 minus 12 divided by 6 എന്ന് കിട്ടും. സോ ഇത് സോൾവ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് BODMAS റൂൾ പ്രകാരം ഡിവിഷൻ വേണം സോൾവ് ചെയ്യാൻ. സോ 12 divided by 6 എന്ന് പറയുന്നത് 2 ആണെന്നറിയാം. അപ്പൊ നമുക്ക് എന്ത് വരും? 72 minus 2 which is equal to 70 എന്ന് കിട്ടി. ആൻഡ് ഹെൻസ് ക്വസ്റ്റ്യനിലേക്ക് നോക്കുവാണെങ്കിൽ ആദ്യത്തെ ബ്രാക്കറ്റിൽ നമുക്ക് 3 എന്ന് കിട്ടി, പ്ലസ് രണ്ടാമത്തെ ബ്രാക്കറ്റ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 70 എന്ന് കിട്ടി. സോ ഫൈനലി 3 plus 70 73 is the answer.